ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അവ മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയാകും ഈ മൊഴി എടുക്കുക. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിൽ കുടുംബം അതൃപ്തി പരസ്യമാക്കിയിരുന്നു. അല്ലെ, അതിന് പിന്നാലെയാണ് ഈ മൊഴി എടുക്കാൻ എത്തുന്നത്. അജീഷാണ് ചേരുന്നത് അല്ലെ വിവരങ്ങളുമായി. അജീഷ്, ഈ രീതിയിൽ കുടുംബം അതൃപ്തി പ്രകടിപ്പിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അപ്പൊ ഏതായാലും കൂടുതൽ മൊഴിയെടുക്കലിലേക്കൊക്കെ തന്നെ അന്വേഷണ സംഘം നീങ്ങുകയാണ് അല്ലെ? സ്മിത പ്രജിൻ, എന്തായാലും ഈ മരണശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ആകുന്നു. അപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ ഈ മലയാളപ്പുഴ വീട്ടിലെത്തുന്നത്. ആദ്യം ഈ കേസ് അന്വേഷിച്ച കണ്ണൂർ ടൗൺ പോലീസ് ഈ മരിച്ചതിന് ശേഷം 2 ദിവസത്തിന് ശേഷം ഈ വീട്ടിലെത്തി ഈ ഭാര്യയുടെയും അതേപോലെ തന്നെ സഹോദരന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം കാര്യമായ പുരോഗതിയൊന്നും അന്വേഷണത്തിൽ ഉണ്ടായില്ലെന്ന് കുടുംബം അതിനിടെ ആരോപിച്ചിരുന്നു. അതിനുശേഷമാണ് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത്. അപ്പോഴാണ് ഇവർ ഈ പ്രതികരണം നടത്തിയത്. എന്തായാലും ഇന്ന് ഉച്ചയോടെ ഈ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം എത്തുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എത്ര മണിക്ക് കൃത്യം എത്തുമെന്നുള്ളൊരു വിവരം കിട്ടിയിട്ടില്ല. പക്ഷേ ഉച്ചയോടെ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇതിലെ പ്രധാനപ്പെട്ട ആരോപണ വിധേയനായ TV പ്രശാന്തൻ, അതായത് ADMന് കൈക്കൂലി നൽകിയെന്ന് ആരോപണം ഉന്നയിച്ച TV പ്രശാന്തന്റെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് TV പ്രശാന്തന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴിയെടുപ്പിൽ പ്രശാന്തൻ ആവർത്തിച്ചത് താൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പ് അത് തന്നെയാണെന്നാണ് പ്രശാന്തൻ ആവർത്തിച്ച് പറഞ്ഞത്. തനിക്ക് 2 തരത്തിലുള്ള ഒപ്പുണ്ട്. ആ ഒപ്പ് വ്യാജമാണെന്ന് ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്റെ ഒപ്പ് തന്നെയാണെന്നാണ് പ്രശാന്തൻ പറഞ്ഞത്. എന്തായാലും അന്വേഷണ സംഘം ഈ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പ്രധാനമായും ചോദിച്ചറിയുന്നത് ഈ കളക്ടറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ടായിരിക്കും. കാരണം നേരത്തെ തന്നെ കുടുംബം പറഞ്ഞിരുന്നത് ഈ കളക്ടറുമായി ADMന് അത്രയ്ക്കും ആത്മബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കളക്ടറുടെ ഒരു മൊഴി വലിയ നിർണായകമായിരുന്നു. കാരണം ഈ യാത്രയപ്പ് യോഗത്തിന് ശേഷം തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ADM നവീൻ ബാബു കളക്ടറോട് പറഞ്ഞിരുന്നതായുള്ള ഒരു മൊഴി കളക്ടർ ഈ ലാൻഡ് റവന്യൂ കമ്മീഷണറോടും ഒപ്പം തന്നെ കോടതിയിലും പോലീസിനോടും ഒക്കെ പറഞ്ഞിരുന്നു. ജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.